എനിക്ക് പ്രധാനമായും സംസാരിക്കാനുള്ളത് കുട്ടികളിലെ പ്രമേഹ രോഗത്തെ പറ്റിയാണ്. പണ്ട് കാലങ്ങളിൽ കുട്ടികളിൽ വരുന്ന പ്രമേഹം ടൈപ്പ് 1 ഡയബറ്റീസ് മാത്രമായിരുന്നു. അത് ഇൻസുലിൻ ഡെഫിഷ്യൻസി കാരണം, ഇൻസുലിൻ ഇല്ലാത്ത കാരണം വരുന്നൊരു പ്രമേഹമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. പക്ഷേ പുതിയ കാലഘട്ടങ്ങളിൽ കുട്ടികളിൽ ടൈപ്പ് 2 പ്രമേഹം, അതായത് പ്രായമുള്ളവരിൽ സാധാരണ കാണുന്ന ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിലും കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം? ടൈപ്പ് 2 പ്രമേഹം കുട്ടികളിൽ കൂടുതലായിട്ട് വരാനുള്ള കാരണം അവരുടെ ജീവിതശൈലിയിൽ വന്ന വ്യതിയാനങ്ങളാണ്. ജീവിതശൈലിയിൽ എന്തൊക്കെയാണ് വ്യതിയാനങ്ങൾ വന്നതെന്ന് വെച്ചാൽ കുട്ടികൾ കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി, വ്യായാമം നന്നായി കുറഞ്ഞു കുട്ടികളിൽ. അതുപോലെ തന്നെ കുട്ടികളുടെ ഭക്ഷണ രീതിയിലും നന്നായി വ്യത്യാസം വന്നു. ഭക്ഷണ രീതിയിൽ കൂടുതൽ ജങ്ക് ഫുഡ് കഴിക്കുക, കൂടുതൽ ഹൈ കാലറി ഡയറ്റ്, അതായത് നമ്മൾ കൂടുതൽ ഫാസ്റ്റ് ഫുഡ്, നമുക്കറിയാമല്ലോ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുക മുതലായ കാരണങ്ങൾ കാരണം കുട്ടികളുടെ തടി കൂടുകയും അത് കാരണമായി പ്രമേഹ രോഗം വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ കുട്ടികളിപ്പോൾ കളി വളരെ കുറവാണ്, വ്യായാമം വളരെ കുറവാണ്. കൂടുതലും അവർ അനങ്ങാതിരുന്ന് പലപ്പോഴും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊക്കെയാണ് കുട്ടികൾ ചെയ്യുന്നത്. അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നന്നായി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടു കാരണമാണ് കുട്ടികളിൽ പ്രമേഹ രോഗം വരാനുള്ള സാധ്യത കൂടിയത്. അതുപോലെ തന്നെ പാരമ്പര്യവും ഇതിന് വേറൊരു ഘടകമാണ്. Stay healthy. Follow for more.